ഒരു സാലഡ് റെസിപ്പിയാണ് കേട്ടോ ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പ്രോട്ടീൻ സാലഡാണ്. അപ്പോൾ ചന കടല ഞാൻ തലേന്ന് രാത്രി കുതിർത്ത് വെച്ചിട്ട് രാവിലെ കുറച്ച് ഉപ്പും ചേർത്തിട്ടൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുത്തതാണ്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് അനാറ് ചേർക്കുന്നുണ്ട്. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇതൊക്കെ ഒത്തിരി വൈറ്റമിൻസ് ഉള്ള സംഭവമാണ്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് സവാള അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ സ്ഥിരം ഐറ്റം, സാലഡിലുള്ള സ്ഥിരം ഐറ്റമായ കുക്കമ്പർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞ കക്കിരിക്ക. ഇനി എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ട് പൈനാപ്പിൾ കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ആയാലും നമ്മുടെ മെയിൻ സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ഹെൽത്തി ഫാറ്റ് ആൻഡ് പ്രോട്ടീൻ ബൂസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് നിലക്കടല, നമ്മുടെ പീനട്ട്സ് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ക്രഞ്ചിനെസ്സും നല്ലൊരു ടേസ്റ്റും വരും കേട്ടോ ഈ ഒരു സാലഡിനും. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളകും പിന്നെ ചാട്ട് മസാല ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊരു ഇച്ചിരി ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സാലഡ് റെഡിയായി. നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡാണ്. വെയിറ്റ് ലോസിന് ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരു നേരത്തെ മീൽ റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സാലഡ് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അതുപോലെ ഇത് നമുക്കൊരു വലിയൊരു ബാച്ച് ആക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് 1 വീക്ക് വരെ യൂസ് ചെയ്യാം. അപ്പോൾ ഒരു 3-4 ദിവസത്തേക്കുള്ള സാലഡ് നമുക്ക് ഒന്നിച്ചുണ്ടാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് കഴിച്ചാൽ മതി. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഒത്തിരി ഹെൽത്തിയാണ്, പ്രോട്ടീൻ റിച്ച് ആണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു സാലഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെയിറ്റ് ലോസിന് ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ദിസ് ഇസ് മീ നിഷി സൈനിങ് ഓഫ്. ടേക്ക് കെയർ.